ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും കെപിസിസി അംഗവും ആലപ്പുഴയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ.സി. വേണുഗോപാലിന്റെ വിശ്വസ്തനുമായ ടി.ജി. പത്മനാഭൻ നായർക്കെതിരെ ഇഡിക്ക് പരാതി. ശോഭാ സുരേന്ദ്രൻ കെ.സി. വേണുഗോപാലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് പത്മനാഭൻ നായർക്ക് കരിമണൽ കർത്തയുമായിട്ടുള്ള ബന്ധം കെ.സി. വേണുഗോപാലിനെ കർത്തയ്ക്ക് പരിചയപ്പെടുത്തുന്നത് ഇയാളാണ്. വിവാദ വ്യവസായി കരിമണൽ കർത്തയുമായുള്ള ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഇയാളുടെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ചും ഇയാൾ നൽകിയ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചും അടിയന്തരമായി അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി കർത്ത നടത്തിയ പല സാമ്പത്തിക ഇടപാടുകളിലെയും ഇടനിലക്കാരനായിരുന്നു ഇയാളെന്നും പരാതിയിൽ പറയുന്നുണ്ട്. കരിമണൽ കർത്ത ഇ.ഡി. അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിൽ ഈ പരാതിക്ക് വലിയ മാനങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കരിമണൽ കർത്തയുമായുള്ള ഇയാളുടെ ബന്ധം വെളിവാക്കുന്ന രണ്ട് സൂചനകളാണ് പരാതിയിലുള്ളത്. 2011-16 കാലയളവിലെ യു.ഡി.എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നിർത്തിവെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഉത്തരവിറക്കിയിരുന്നു. ഇതിനെതിരെ ട്രേഡ് യൂണിയൻ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തിയിരുന്നു. ഈ സമരം കർത്തയ്ക്ക് വേണ്ടി നടത്തിയതാണെന്ന ആക്ഷേപം അന്നേ ഉണ്ടായിരുന്നു. ഈ സമരത്തിന് ആലപ്പുഴയിൽ നിന്നും വണ്ടികളിൽ ആളുകളെ സംഘടിപ്പിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ എത്തിച്ചത് പത്മനാഭൻ നായർ ആയിരുന്നു. മറ്റൊരവസരത്തിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ഇയാൾ 3 മാസത്തോളം ചികിത്സയിലായിരുന്നപ്പോൾ അതിന്റെ ചിലവ് മുഴുവൻ വഹിച്ചത് കർത്തയായിരുന്നു. അതുകൂടാതെ കർത്തയ്ക്ക് വേണ്ടി പല കാര്യങ്ങളിലും ഇയാൾ ഇടനിലക്കാരനായതിന്റെ തെളിവുകളുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. ഇയാളിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സുപ്രധാന ചുമതല വഹിക്കുന്നുണ്ട്. അരൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനറാണ് ഇയാൾ. ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് മറികടന്നാണ് കെ.സി. വേണുഗോപാൽ ഇയാൾക്ക് ചുമതല നൽകിയത്. ഡി.സി.സി ഭാരവാഹി കെ. രാജീവിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഇയാളെ ഭാരവാഹിയാക്കിയത്. ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ വികൃതമായ മുഖമാണ് ഇയാൾ. ആദ്യകാലത്ത് ഇയാൾ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്നു. യു.ഡി.എഫ് ഭരണത്തിൽ ഇയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ടു. ഇയാളുടെ അഴിമതി അറിയാമായിരുന്ന ഉമ്മൻചാണ്ടി വഴങ്ങിയില്ല. തുടർന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽ കയറിക്കൂടാൻ ശ്രമം നടത്തി. രമേശും കാര്യമായി ഗൗനിച്ചില്ല. പിന്നീട് കെ.സിയുടെ ആളായി സ്വയം പ്രഖ്യാപനം നടത്തുകയാണ് ഉണ്ടായത്. 2 പതിറ്റാണ്ട് തുറവൂർ ക്ഷേത്ര ഭക്തജന സമിതിയാണ് തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണം നടത്തിയിരുന്നത്. ടി.ജി. പത്മനാഭൻ നായരാണ് ഈ സമിതിയുടെ പ്രസിഡന്റ്. ഇയാളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരും ചേർന്ന് നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. ദേവസ്വം വിജിലൻസ് സബ് ഇൻസ്പെക്ടർ കെ.എൽ. സജിമോൾ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ദേവസ്വം ഓംബുഡ്സ്മാന് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഇയാളും ദേവസ്വം ബോർഡ് ഉന്നതരും ചേർന്ന് നടത്തിയ കൊടിയ അഴിമതികളെക്കുറിച്ചും ഇയാളുടെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ചും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിചിത്രമായ സംഗതി 2015, 16, 17 കാലയളവിൽ സർക്കാരിൽ നിന്നും ഇയാൾ തട്ടിയെടുത്ത സംഭവമാണ്. ഇക്കാലയളവിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി വിനോദസഞ്ചാര വകുപ്പിൽ നിന്നും ഇയാൾ 20,10,000 രൂപ വാങ്ങിയതിന്റെ വിവരാവകാശ രേഖകളുണ്ട്. ഈ പണം ക്ഷേത്രത്തിന്റെ വരവ് ചെലവ് കണക്കുകളിലോ ഓഡിറ്റ് റിപ്പോർട്ടിലോ വന്നിട്ടില്ല. ഇത് കൂടാതെ മറ്റു വർഷങ്ങളിൽ ഇതേ രീതിയിൽ സർക്കാരിൽ നിന്ന് പണം വാങ്ങിയെന്ന് സൂചനയുണ്ട്. 2017 ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ വൃദ്ധസദനം പണിയാനെന്ന പേരിൽ ഇയാൾക്ക് 1 കോടി രൂപ സർക്കാർ നൽകി. ഇടതുമുന്നണി ഭരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവിന് ഇത്രയും പണം ലഭിച്ചത് ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസും CPM-ഉം ചേർന്ന് നടത്തുന്ന അഴിമതിയുടെ തെളിവെന്ന് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. ഒരു കടലാസ് സംഘടനയ്ക്ക് യാതൊരു ഉറപ്പുമില്ലാതെ 1 കോടി രൂപ എങ്ങനെ നൽകിയെന്ന ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് അനിൽ കെ. നരേന്ദ്രന്റെ ചോദ്യത്തിന് ഇതുവരെ സർക്കാർ ഹൈക്കോടതിയിൽ ഉത്തരം നൽകിയിട്ടില്ല. ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന CPM നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവും ഇയാളുടെ സുഹൃത്തുമായ വ്യക്തിയാണ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. ഇയാളെയും കർത്തയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഭീകരമായ സാമ്പത്തിക തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തുവരുമെന്നും ഉറപ്പുണ്ട്. ഇയാളുടെ സന്തത സഹചാരിയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ മൊത്ത വ്യാപാരിയുമായ യുവ വ്യവസായിയാണ് ഇയാളുടെ പ്രധാന ബിനാമിയെന്ന് സൂചനയുണ്ട്. കെ.സി. വേണുഗോപാലും കരിമണൽ കർത്തയുമായുള്ള ദുബായിൽ നടന്ന സാമ്പത്തിക ഏർപ്പാട് അന്വേഷിക്കണമെന്ന BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ശരിവെക്കുന്നതാണ് പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന വസ്തുതകൾ.